when it hurts like this. ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, പ്രേമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് പെരട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം, സമയം കളയണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തുക. അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബീഫ് വേവിച്ചതാണ്, പകുതി മുക്കാലും വേവിച്ചിട്ടുണ്ട്. ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അത് അതിൻ്റെ ഉള്ളിലത്തെ നെയ്യിൻ്റെ തന്നെയാണ്. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് മുക്കാൽ വേവിച്ചതാണ്. അടുത്തത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ ഇത്തിരി തേങ്ങാക്കൊത്ത്, അടുത്തത് ഇത്തിരി തക്കാളിയാണ് വേണ്ടത്. അത് ഇച്ചിരി വലുതാക്കി മുറിച്ചിട്ടുണ്ട്. ഒരു 1.5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്തിരി മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഗരം മസാല പൊടിച്ചത്. പൊടി നമുക്ക് ഉണ്ട്, പക്ഷേ പൊടി എടുത്ത് അത് കുഴഞ്ഞ പോലെ കിടക്കും. നമ്മളെപ്പോഴും വീട്ടിൽ പൊടിക്കുന്ന ആ ഒരു ഇത് കിട്ടില്ല. അപ്പം ഞാൻ പൊടിച്ചെടുത്തതാണ് ഗരം മസാലയുടെ. പിന്നെ കുരുമുളക് പൊടി, അതും ഞാൻ ഇവിടെ പൊടിച്ചതാണ്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് സവാള, മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എണ്ണ. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു ചട്ടി വയ്ക്കാം. ചട്ടിയിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴൊക്കെ ചട്ടിയിലൊന്നും ആരും വെക്കില്ല. അങ്ങനെ എല്ലാവരും സ്റ്റീലിലേക്കും നോൺ സ്റ്റിക്കിലേക്കൊക്കെ പോയി. ഇതൊന്ന് ചൂടായി വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം ഇതിലേക്ക്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, കാരണം നമ്മുടെ ബീഫിനകത്ത് ഇത്തിരി ആ നെയ്യിൻ്റെയൊക്കെ എണ്ണ കിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ സവാള തിരികെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. ലേശം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. ഏകദേശം നമുക്ക് സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണിനകത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ആ പച്ചമണം മാറട്ടെ. ചെറുതായിട്ട് എല്ലാ ഒരു മണമൊക്കെ മാറി ആ പച്ച ചോയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഏകദേശം 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. എരിവ് വേണമെന്നുള്ളവർക്ക് മറ്റേ സാധാ മുളക് പൊടി എടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചിട്ടത്, കുറച്ച് കുരുമുളക് കുറച്ചിട്ടാൽ മതി. കാരണം നമുക്ക് ഇനി ഇതിൻ്റെ ലാസ്റ്റും കൂടെ ഈ ഗരം മസാലയും കുരുമുളകും പെരുംജീരകത്തിൻ്റെ ഒക്കെ ഇടണം. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം, ഇറച്ചിയിൽ വെന്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റണം. ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി കുറച്ച് ഇടുന്നുള്ളൂ, കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഞാൻ 1.5 തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതിൽ 1 തക്കാളിയുടെ ഏകദേശം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ടു.
ലേശം കരിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് മണം കിട്ടാൻ വേണ്ടി. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇറച്ചി മുക്കാൽ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിനകത്ത് ഇട്ടാം. ഇത് ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇറച്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇറച്ചി ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, കാരണം ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഈ ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇടാത്തത്. നമുക്കിത് ഇട്ട് കൊടുക്കാം. സ്റ്റവ് കൂട്ടി വയ്ക്കാം. പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സ്റ്റവ് താത്തി വെച്ചിരിക്കുകയല്ലായിരുന്നു. ഈ മസാലയെല്ലാം ഈ ഇറച്ചിയിൽ നല്ലപോലെ പിടിക്കണം. കുറച്ച് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, കാരണം അതിന്ന് നന്നായി വെന്ത് വരണ്ടേ. നമ്മൾ പകുതി മുക്കാലേ വേവിച്ചിട്ടുള്ളൂ, ഇനി ബാക്കിയും കൂടെ വേവ് വരാനുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. കുറച്ച് കുറവാണ് ഉപ്പ്. ഉപ്പ് ആവശ്യാനുസരണം എത്രയാണെന്നുള്ളത്. ഏകദേശം അങ്ങ് മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ തേങ്ങാക്കൊത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പച്ച, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കണം. കാരണം ചിലവരിത് വറക്കും കേട്ടോ, ഞാനത് വറുത്തില്ല. കാരണം ആ പച്ചയ്ക്ക് അങ്ങ് കിടക്കുമ്പോഴാണ് അതിനൊരു കടിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റിൻ്റെ മേളിൽ ഇപ്പോൾ കിടന്ന് ഇതിനകത്ത് ചട്ടിക്കകത്തും കൂടെ കിടന്ന് വെന്തിട്ടുണ്ടാവും. ഒന്നുകൂടെ ഒരു ഗ്രേവി ഒന്നുകൂടെ ഇതാവട്ടെ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ തക്കാളി ഒന്ന് പച്ചയ്ക്ക് കിടക്കണ പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി മല്ലിയിലയും ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗരം മസാലയുടെയും കുരുമുളക് പൊടിയും പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ കുറേശ്ശും കൂടെ പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയുടെ പൊടി, ലേശം പെരിഞ്ജീരകം. നമുക്കിതിനകത്തോട്ട് ഈ തക്കാളി കുറച്ച് മാറ്റി വെച്ചിരുന്നു, അതും കൂടെ ഇടാം. ആ ഒരു ചൂടിലിരിക്കുമ്പോൾ തന്നെ അതിനൊരു ലേശം വേവ് കിട്ടും തക്കാളിക്ക്. എന്നാൽ അത് ഉടഞ്ഞു പോവില്ല തക്കാളി. നമ്മൾ ആദ്യം ഇട്ട തക്കാളിയൊക്കെ ഇപ്പോൾ ഇതിനകത്ത് യോജിച്ച് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഇടാം. മല്ലിയിലയും കരിവേപ്പിലയും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കുറേശ്ശെ കൂടുതൽ വീണ് പോവും. എനിക്ക് എപ്പോഴും അതിന് ഇത്തിരി കൂടുതൽ ഇടുന്നതാണ് ഇഷ്ടം. ഏകദേശം ആയിട്ടുണ്ട്. ഉപ്പെല്ലാം ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു, എല്ലാം കറക്റ്റാണ്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം. നമുക്കിത് ഈ ചട്ടിയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ.
ഇത് നമ്മുടെ ബീഫ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ മല്ലിയില ബാക്കിയുള്ളത് ഇതിൻ്റെ മേളിൽ കൂടെ വെതറി കൊടുക്കുക. ഇത് നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ തിന്നാൻ അടിപൊളിയായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടാൽ മാത്രം പോരാ, ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കണം. When it hurts like this.